Good morning dear students. Plus 1 Mathematics Revision ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 15 സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനിൽ ഉൾപ്പെടുന്ന ചില ക്വാണ്ടിറ്റീസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ. അതിനുപയോഗിക്കുന്ന സിമ്പലാണ് MDX bar, where X bar is the mean. Then mean deviation from median. അതിന് MDM എന്നുള്ള സിമ്പിൾ ഉപയോഗിക്കും, വേറെ M ഈസ് ദി മീഡിയൻ. പിന്നീട് വേരിയൻസിന് ഉപയോഗിക്കുന്ന സിമ്പിളാണ് സിഗ്മ സ്ക്വയർ. ഈ റൂട്ട് ഓഫ് വേരിയൻസിന് പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറയാറുണ്ട്. അവസാനമായിട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ CV, സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100, വേർ എക്സ് ബാർ ഇസ് ദി മീൻ, സിഗ്മ ഈസ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത്രയും കാര്യങ്ങളാണ് കാര്യമായിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓരോന്നിൻ്റെയും ഫോർമുലകൾ നിങ്ങൾക്ക് ബൈഹാർട്ടായിരിക്കണം. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യണം. ആദ്യമായിട്ട് ഞാൻ കുറച്ച് ഫോർമുലകൾ പറയാം. ഇതുമായി ബന്ധപ്പെട്ട ഫോർമുലകൾ നമുക്കൊന്ന് നോക്കാം. X1, X2, X3 ബി ദി ഒബ്സർവേഷൻസ്. ഇത് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്നതിന് സാധാരണ പറയാം. ഡാറ്റാസ് ഇങ്ങനെ കോമട്ട് തരുന്നതിന് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയും. ഡാറ്റാസ് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ മീൻ ഡീവിയേഷൻ ഫ്രം മീൻ കാണാൻ നമുക്കറിയാം. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് അല്ലേ? X1 പ്ലസ് X2 പ്ലസ് Xn ഡിവൈഡ് ബൈ N. അതിനാണ് സിഗ്മ XI ബൈ N എന്ന് പറയാം. സിഗ്മ XI എന്ന് പറഞ്ഞാൽ X1 പ്ലസ് X2 പ്ലസ് എക്സെട്ര XN. അതാണ് സിഗ്മ XI, സം ഓഫ് ദി ഒബ്സർവേഷൻ ബൈ ടോട്ടൽ നമ്പർ എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നീട് മീഡിയൻ. വാട്ട് ഈസ് മീഡിയൻ? മീൻ ഓഫ് എക്സ് ബാർ കാണാൻ ഇനി ഗ്രൂപ്പ്ഡ് ഡാറ്റ തന്നു കഴിഞ്ഞാൽ, ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവും, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? കണ്ടിന്യൂസും ആവാം, ഡിസ്ക്രീറ്റും ആവാം, രണ്ട് തന്നാലും ഫ്രീക്വൻസി ഉണ്ടാവും. ഫ്രീക്വൻസി തന്നു കഴിഞ്ഞാൽ എക്സ് ബാർ കാണാൻ സിഗ്മ FI XI ബൈ N. ഫ്രീക്വൻസി തന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അത് ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ N എന്ന് പറഞ്ഞാൽ സിഗ്മ FI ആയിരിക്കും കേട്ടോ. N എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസികളുടെ സം ആയിരിക്കും. അതും കൂടെ ഓർത്ത് വെക്കുക. പിന്നീട് മീഡിയൻ ആണ്. മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ ആണ്. മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഡാറ്റാസ് നമ്മൾ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യണം. അങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മിഡിലിൽ വരുന്ന ഒബ്സർവേഷൻ ഏതാണോ അതിന് പറയുന്ന പേരാണ് മീഡിയൻ. പക്ഷേ മീഡിയൻ കാണുമ്പോൾ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ തന്നു കഴിഞ്ഞാൽ മീഡിയൻ കാണാൻ ഒരു ഫോർമുല അവൈലബിൾ ആണ്. ആ ഫോർമുല ഇതാണ്: L+N/2 - C/F/H. L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദി മീഡിയൻ ക്ലാസ്, N ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, C cumulative frequency of just preceding the median class, F means frequency of median class, H is the width of the class interval. ഇതെല്ലാം നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വിശദമായിട്ട് സംസാരിക്കാം. ഇവിടെ മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ഇൻ്റർവൽ കണ്ടെയ്നിങ് n/2 ഐറ്റംസ് ആണ്. n/2 ഐറ്റം വരുന്ന ഇൻ്റർവെലിന് പറയുന്ന പേരാണ് മീഡിയൻ ക്ലാസ്. അത് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ബാക്കിയെല്ലാം വളരെ ഈസിയാണ്. പിന്നീട് MDX ബാർ ആണ്. MDX ബാറും MDM ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനിൽ ഫസ്റ്റ് വരുന്നത് MDX ബാർ ആണ്. ഇപ്പോൾ ഇങ്ങനെ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ തന്നു കഴിഞ്ഞാൽ MDX ബാർ, മീൻ ഡീവിയേഷൻ ഫ്രം മീൻ, അതാണ് MDX ബാർ. MDX ബാർ കാണാനുള്ള ഫോർമുല നമുക്കറിയാം, സിഗ്മ XI മൈനസ് എക്സ് ബാർ ബൈ N. എന്താ മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ? ഡീവിയേഷൻസിൻ്റെ ആവറേജ്. എവിടെ നിന്നുള്ള ഡീവിയേഷനാണ്? മീനിൽ നിന്നുള്ള ഡീവിയേഷൻ. അതാണ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീനാണല്ലോ. ഇപ്പോൾ ഓരോ ഒബ്സർവേഷനും എക്സ് ബാറിൽ നിന്നുള്ള ഡീവിയേഷൻസ് കണ്ടു. ആ ഡീവിയേഷൻസിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ആ ഡീവിയേഷൻസിൻ്റെ എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ. ഓക്കെ, ഇവിടെ ഫ്രീക്വൻസി തന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഫ്രീക്വൻസി തന്ന ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഗ്രൂപ്പ്ഡ് ഡാറ്റ ആകുമ്പോൾ ഇവിടെ FI കൂടെ ഉണ്ടാവും എക്സ്ട്രാ ആയിട്ട്. ഓക്കെ, ഇവിടെ മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ആകുമ്പോഴോ, മീഡിയൻ ആകുമ്പോൾ ഇവിടെ എക്സ് ബാറിൻ്റെ സ്ഥാനത്ത് M എന്ന് വരും. ചെറിയ ഡിഫറൻസേ ഉള്ളൂ, 1/n × സിഗ്മ XI മൈനസ് M. ഇതാണ് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ, ഇതാണ് മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ. ഓക്കെ, മീഡിയൻ ആകുമ്പോൾ M എന്ന് വരും, മീൻ ആകുമ്പോൾ ഇവിടെ എക്സ് ബാർ എന്ന് വരും. ഗ്രൂപ്പ്ഡ് ഡാറ്റ ആകുമ്പോൾ എന്താ വ്യത്യാസം നോക്കൂ. ഗ്രൂപ്പ്ഡ് ആകുമ്പോൾ ഫ്രീക്വൻസിയും കൂടെ എക്സ്ട്രാ ഉണ്ടാവും. സെയിം ഫോർമുല കണ്ടില്ലേ, സിഗ്മ FI × XI മൈനസ് എക്സ് ബാർ ബൈ N. അപ്പോൾ MDM ആണെങ്കിലോ സിഗ്മ FI × XI മൈനസ് M ഡിവൈഡ് ബൈ N. ഒരേ ഫോർമുല തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും. ഫ്രീക്വൻസി വരുമ്പോൾ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ XI FI ബൈ N. ഇവിടെ നേരത്തെ പറഞ്ഞു നമ്മൾ ഫ്രീക്വൻസി വരുന്ന കേസിൽ സിഗ്മ XI ബൈ N എന്ന് മതിയാവില്ല, സിഗ്മ XI FI ഡിവൈഡ് ബൈ N. അതും ഓർത്ത് വെക്കുക. N എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് N? ഫ്രീക്വൻസി തന്നു കഴിഞ്ഞാൽ N എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസീസ് ആണ്, സിഗ്മ FI ആണ്. ഓക്കെ, N. അത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. പിന്നെ അവസാനമായിട്ട് വേരിയൻസ് അല്ലേ? വേരിയൻസ് ഓഫ് ഗ്രൂപ്പ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം? സിഗ്മ XI മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ബൈ N. ഓക്കെ, ഇത് ഓർത്ത് വെച്ചോളൂ, XI മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ബൈ N. ഇത് ഫ്രീക്വൻസി ഉള്ള ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ സിഗ്മ 1/n ഇൻറ്റു സിഗ്മ FI ഇൻറ്റു ഇവിടെ FI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഫ്രീക്വൻസി കൊണ്ട് ഇതേ ഫോർമുലയെ മൾട്ടിപ്ലൈ ചെയ്തു.
ഗ്രൂപ്പ് ഡാറ്റയിൽ വേരിയൻസ് കാണാൻ മറ്റൊരു വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല കൂടി ഉണ്ട്. ഇതിന് സമാനമായ മറ്റൊരു ഫോർമുല ഇതാണ് 1/n സിഗ്മ fi xi സ്ക്വയർ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്, റെഡ് കളറിൽ എഴുതിയിരിക്കുന്നത്. എക്സ് ബാർ ഒക്കെ ഡെസിമൽ നമ്പർ വന്നു കഴിഞ്ഞാൽ ഈ ഫോർമുല ഫസ്റ്റ് ഫോർമുല കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അന്നേരം നമ്മൾ സെക്കൻഡ് ഫോർമുലയാണ് വെരി ഈസി ആയിട്ട് വർക്ക് ചെയ്യുക. അത് ശ്രദ്ധിച്ചോളൂ. 1/n സിഗ്മ fi xi സ്ക്വയർ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ. ഇവിടെ ഫസ്റ്റ് ടേമിന് മാത്രമേ ഡിവൈഡ് ബൈ n ഉള്ളൂ. ഇവിടെ എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ മാത്രമേ ഉള്ളൂ. ഈ n ഫസ്റ്റ് ടേമിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സിഗ്മ fi xi സ്ക്വയർ ബൈ n മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ എന്നാണ്. ഓക്കെ, അവസാനമായിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ സിഗ്മ ആണ് അല്ലേ. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100. ഇത്രയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. കൺസിഡർ ദി ഡാറ്റ. ഇത് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണ് അല്ലേ. ചോദ്യം മീൻ ഡീവിയേഷൻ ഫ്രം മീൻ, എം ഡി എക്സ് ബാറും വേരിയൻസുമാണ് ചോദ്യം. ഇപ്പോൾ എം ഡി എക്സ് ബാർ കാണണമെങ്കിൽ നമ്മൾ എന്ത് കാണണം? ആദ്യം എക്സ് ബാർ കാണണ്ടേ ആദ്യം. എന്താ എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ സിഗ്മ എക്സ് ഐ ബൈ എൻ അല്ലേ. സിഗ്മ എക്സ് ഐ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ 10 + 12+ ഇതെല്ലാം കൂടെ ഒബ്സർവേഷൻസ് എല്ലാം കൂടെ ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും ആൻസർ? നമുക്ക് 1 1 2 എന്ന് കിട്ടും. ഇവിടെ n എത്രയായിരിക്കും? 1 2 3 4 5 6 n = 7 ആണ്. 7 ഒബ്സർവേഷൻസ് ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 112 / 7. ഓക്കെ, 16 എന്ന ആൻസർ കിട്ടും. ഇനി മീൻ ഡീവിയേഷൻ കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡീവിയേഷൻസ് എഴുതണ്ടേ. ഓരോ എക്സ് ഐയിൽ നിന്നും ഈ എക്സ് ബാറിലേക്കുള്ള ഡീവിയേഷൻസ് കാണണം. അപ്പോൾ എക്സ് ഐ മൈനസ് എക്സ് ബാർ കാണണം. അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കണം നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 10 - 16 6 അല്ലേ. നെഗറ്റീവ് ഒഴിവാക്കി എഴുതണം, കാരണം ഇവിടെ മോഡുലസ് ഉണ്ട് കണ്ടില്ലേ. 12 - 16 4, 14 - 16 2, 16 - 16 0, 18 - 16 2, 20 - 16 4, 22 - 16 6. ശരിയാണല്ലോ. അപ്പോൾ എം ഡി എക്സ് ബാർ എന്താ? എം ഡി എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ ഇത് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ എൻ തന്നെ അല്ലേ. അപ്പോൾ എന്തായിരിക്കും ആൻസർ? ഇതിൻ്റെ സം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ സമ്മ ഞാനിവിടെ റെഡ് കളറിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. സിഗ്മയാണ്. സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ എൻ ആണ് ആൻസർ എം ഡി എക്സ് ബാർ. അപ്പോൾ എത്രയായിരിക്കും ആൻസർ? 24. ഇത് 24 ആണ് ഈ സിഗ്മയുടെ ആൻസർ എന്നാണ്. ഈ ലാസ്റ്റ് കോളത്തിൽ കാണുന്നുണ്ടല്ലേ, ലാസ്റ്റ് റോയിൽ കാണുന്നതാണ് സിഗ്മ. 24 ഡിവൈഡ് ബൈ എൻ എന്ന ആൻസർ കിട്ടും 3.43. ഇനി വേരിയൻസ് കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചു. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ആകുമ്പോൾ സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ആണ്. ഇതിൻ്റെ സമ്മാണ് കാണേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ഇവിടുന്ന് കിട്ടൂലേ നോക്കൂ. ഈ 6ൻ്റെ സ്ക്വയർ എത്ര? ഇതാണ് എക്സ് ഐ മൈനസ് എക്സ് ബാർ. അതിൻ്റെ സ്ക്വയർ 6 സ്ക്വയർ 36, 16 4 0 4 4 സ്ക്വയർ 16 6 സ്ക്വയർ 36. ഇതിൻ്റെ സം ഇവിടെ എഴുതുന്നു ഞാൻ. ടോട്ടൽ എത്ര ഉണ്ടായിരിക്കും? 1 1 2 ഉണ്ടായിരിക്കും. ഓക്കെ, അത് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കണം, കറക്റ്റ് ആണോ നോക്കണം കേട്ടോ. അപ്പോൾ എന്താ ഫോർമുല? വേരിയൻസ് കാണാനുള്ള ഫോർമുല സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ബൈ എൻ. Isn't it? So 112 / 7 സെയിം ആൻസർ തന്നെ. രണ്ടും ഒരേ ആൻസർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഒരേ ആൻസർ വരണം യാതൊരു നിർബന്ധവുമില്ല. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒരേ ആൻസറാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ആക്സിഡൻ്റൽ കോയിൻസിഡൻസ് മാത്രമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇവിടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് തന്നിരിക്കുന്നത്. ചോദ്യം ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ് ചോദ്യം കേട്ടോ. എം ഡി എക്സ് ബാർ തന്നെയാണ് ചോദ്യം. ആദ്യം മീൻ ചോദിച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക്. മീൻ കാണാൻ നമുക്കറിയാം ഫോർമുല സിഗ്മ എക്സ് ഐ എഫ് ഐ ബൈ എൻ ആണ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നു കഴിഞ്ഞാൽ ഇതാണ് ഫോർമുല. അപ്പോൾ നമുക്ക് എൻ അറിയണം. എൻ ഇവിടെ തന്നിട്ടുണ്ട്, 25 തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എഫ് ഐ എക്സ് ഐ അല്ലെങ്കിൽ എക്സ് ഐ എഫ് ഐ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ രണ്ട് കോളംസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. പിന്നെ എം ഡി എക്സ് ബാർ ആണ് അടുത്ത ചോദ്യം. എം ഡി എക്സ് ബാർ കാണാനുള്ള ഫോർമുല 1/n × സിഗ്മ എഫ് ഐ × എക്സ് ഐ മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ എൻ. ഓക്കെ, 1/n ആദ്യം എഴുതാം, അല്ലെങ്കിൽ ഹോൾ ഡിവൈഡ് ബൈ എൻ. രണ്ട് രൂപത്തിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോഴേ നമുക്ക് ഇതിന് എന്തൊക്കെ കോളംസ് വേണമെന്ന് മനസ്സിലായിരിക്കുള്ളൂ. ഇപ്പോൾ കോളംസ് മനസ്സിലായല്ലോ. എക്സ് ഐ എഫ് ഐ എന്നുള്ള കോളം നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഡീവിയേഷൻസ് ആവശ്യമുണ്ട്. എഫ് ഐ × എക്സ് ഐ ഇത്രയും കോളങ്ങളാണ് ആവശ്യമുള്ളതെന്ന് ആദ്യം നമുക്ക് മനസ്സിലാവണം. ഇനി നമ്മൾ ഓരോന്ന് ഈ കോളങ്ങൾ അറിയുമെങ്കിൽ ഇത് സുഖമായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. എന്താ എക്സ് ഐ എഫ് ഐ? 5 × 7 35, 10 4 40, 90 60 and 125. ഇതിൻ്റെ സം കാണണം അല്ലേ. ഇനി ഈ കോളം ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ് ബാർ ആവശ്യമുണ്ട്. എക്സ് ബാർ കിട്ടിയാലേ ഈ രണ്ട് കോളങ്ങൾ ഫില്ല് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സം ഒന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ സം കണ്ടാൽ നമുക്ക് 350 എന്ന് കിട്ടും. ദെർഫോർ വാട്ട് ഈസ് എക്സ് ബാർ? ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. സിഗ്മ എക്സ് ഐ എഫ് ഐ ആണല്ലോ 350. സിഗ്മ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സം ഞാൻ അർത്ഥമുള്ളൂ. ഇപ്പോൾ 350 ഡിവൈഡ് ബൈ 25 ആൻസർ 14 എന്ന് കിട്ടി. ഈ 14 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കോളം ഫില്ല് ചെയ്യാം. കണ്ടോ, എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 5 - 14. 5 - 14 എത്ര വരും? 9. അടുത്തത് 10 - 14 ആണ്. എക്സ് ഐ മൈനസ് എക്സ് ബാർ ആണ്. അപ്പോൾ 10 - 14 -4 എന്നുണ്ടാവും, പക്ഷേ മോഡുലസ് എടുക്കുമ്പോൾ 4. എല്ലാം നെഗറ്റീവും പോസിറ്റീവ് ആക്കിയിട്ട് എഴുതണം. 15 - 14 1 എന്നുണ്ടാവും. 20 - 14 25 - 14
എല്ലാം 14 എന്നുള്ള ഡിഫറൻസ് കണ്ട എക്സ് ബാറിൽ നിന്ന് ഡിഫറൻസ് എഴുതി ഇതിൻ്റെ സമ്മ എഴുതേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് കോളങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. എഫ് ഐയുടെ കോളവും മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്നുള്ള ഈ രണ്ട് കോളങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാ കണ്ടോ കോളത്തിൻ്റെ ഹെഡിങ് നോക്കൂ. 7 9 63 4 4 16 6 1 6 3 6 18 5 11 55 ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ എഫ് ഐ മൈനസ് എക്സ് ബാർ എന്നാണ് ഈ കോളത്തിന് പറയാം അല്ലേ. അതിൻ്റെ ആൻസർ 158. സോ വാട്ട് ഈസ് സിഗ്മ എഫ് ഐ ഇൻഡ് എക്സ് ഐ മൈനസ് എക്സ് ബാർ? അതാണ് 158. ഓക്കെ, സിഗ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ സം ആണ്. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 158 ഡിവൈഡ് ബൈ 25 ആണ് എം ഡി എക്സ് ബാറിൻ്റെ ആൻസർ. അത് 6.32 എന്ന ആൻസർ കിട്ടും. ഓക്കെ, നിങ്ങൾ എഴുതി ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി തന്നെ പ്രാക്ടീസ് ചെയ്യണം. കോളംസ് മാറിപ്പോവാൻ പാടില്ല. ആദ്യം ഈ ഹെഡിങ്ങിൽ എന്തൊക്കെ വേണം നിങ്ങൾക്ക് മനസ്സിലാവണം. അതിന് ഫോർമുല അറിഞ്ഞാൽ മാത്രം മതി. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇവിടെ മീൻ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതൊരു സ്റ്റാൻഡേർഡ് ചോദ്യമാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. മീന് വേരിയൻസ് എസ് ഡി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ചോദ്യമാണ്. ഇത് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് ഇതിന് പറയാം. കണ്ടോ, ഇങ്ങനെ ക്ലാസ് ഇൻ്റർവെല്ലും തന്ന് ഫ്രീക്വൻസി തന്നാൽ അതിന് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് സാധാരണ പറയാറുള്ളത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ അതുപോലെ കൂടെ എഴുതി വെച്ച് കണ്ടോ, ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം. ഇനി മീൻ കാണാൻ പറയാൻ നമുക്കറിയാം ഫോർമുല സിഗ്മ എക്സ് ഐ എഫ് ഐ ബൈ എൻ. അപ്പോൾ അങ്ങനത്തെ ഒരു കോളം ഇവിടെ ആവശ്യമുണ്ട് അല്ലേ. പിന്നീട് വേരിയൻസ് ആണ്. വേരിയൻസ് കാണാൻ നമുക്ക് ആവശ്യമുള്ളത് എഫ് ഐ ഇൻഡ് എക്സ് ഐ മൈനസ് എസ് ബാർ ദ ഹോൾ സ്ക്വയർ ബൈ എൻ. അപ്പോൾ എന്തൊക്കെ കോളംസ് ആവശ്യമുണ്ട് നോക്കൂ. എഫ് ഐ എക്സ് ഐ എന്നുള്ള കോളം ആവശ്യമുണ്ട് അല്ലേ. എക്സ് ഐ ആവശ്യമുണ്ട്. ആദ്യം എന്താ എക്സ് ഐ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മിഡ് പോയിന്റ് എഴുതണം, അതാണ് എക്സ് ഐ. ഓക്കെ, പിന്നെ എക്സ് ഐ എഫ് ഐ ആവശ്യമുണ്ട്. പിന്നെ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ, പിന്നെ എഫ് ഐ ഉണ്ട്. ഇത്രയും കോളങ്ങളാണ് ഇതിന് ആവശ്യമുള്ളതെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതിന് ഈ രണ്ട് ഫോർമുലകൾ അറിയണം. ഇപ്പോൾ എക്സ് ഐ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മിഡ് പോയിന്റ്സ് ആണ്. 0-ൻ്റെയും 5-ൻ്റെയും മിഡ് പോയിന്റ് 5 അല്ലേ. 10 15 25 35 വളരെ ഈസിയാണ്. ഇനി രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് ഐ എഫ് ഐ കണ്ടില്ലേ നിങ്ങൾ? 5 5 25 120 375 560 ആൻഡ് 270. ഇനി നമുക്ക് എക്സ് ബാർ കിട്ടിയാൽ മാത്രമേ അടുത്ത രണ്ട് കോളങ്ങൾ ഫില്ല് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എക്സ് ബാർ കാണണമെങ്കിൽ ഇതിൻ്റെ സിഗ്മ കാണണം. സിഗ്മ എഫ് ഐ എക്സ് ഐ എന്ന് പറഞ്ഞാൽ ഈ കോളത്തിൻ്റെ സം കാണണം. അത് എത്രയായിരിക്കും? 1350. therefore എക്സ് ബാർ ഈസ് വാട്ട്സ് 1350 ഡിവൈഡ് ബൈ 25 27 എന്ന ആൻസർ കിട്ടും. ഇനി നമ്മൾ എക്സ് ബാർ ഇതാണ് 27 ആണ് നമ്മുടെ എക്സ് ബാർ. ഓരോ എക്സ് ഐ മൈനസ് എക്സ് ബാർ സ്ക്വയർ കാണണം എന്ന് പറഞ്ഞാൽ 5 മൈനസ് ആദ്യത്തെ നമ്മളൊന്ന് പറയാം. 5 മൈനസ് 27 എന്ന് പറഞ്ഞാൽ 22 ആണ്. 22ൻ്റെ സ്ക്വയർ എഴുതണം. 5 മൈനസ് 27 എന്ന് പറഞ്ഞാൽ 22. 22ൻ്റെ സ്ക്വയർ 484. നെക്സ്റ്റ് കോളം മാറിപ്പോവരുത്. 15 മൈനസ് 27 എന്ന് പറഞ്ഞാൽ 12 ആണ്. 12ൻ്റെ സ്ക്വയർ 144. 25 മൈനസ് 27 2ൻ്റെ സ്ക്വയർ 4. 35 മൈനസ് 27 864. 45 മൈനസ് 27ൻ്റെ സ്ക്വയർ 324. സ്ക്വയർ എഴുതി. ഇനി രണ്ട് കോളങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഏതൊക്കെ രണ്ട് കോളങ്ങളാണ് ഞാൻ ഇവിടെ പ്രത്യേകം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മാറിപ്പോകരുത് ഒരിക്കലും. ഈ രണ്ട് കോളംസ് ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. നോക്കാം, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 5 ഇൻറ്റു 484 2420 8 ഇൻറ്റു 144 50 ഇൻറ്റു 460 60 ഇൻറ്റു 64 6 ഇൻറ്റു 324 1944. ഇതിൻ്റെ എല്ലാം കൂടെ തുക സമ്മ് കണ്ടാൽ ആൻസർ 6600 എന്ന ആൻസർ കിട്ടും. അതിവിടെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 6600 ഡിവൈഡ് ബൈ 50 അല്ലേ. എൻ ഇസിക്കൽ 50 ആണ്. അത് മറന്നു പോയത്. സിഗ്മ എഫ് ഐ ആണ്. എൻ ഇസിക്കൽ എൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ നമുക്ക് 132 എന്ന ആൻസർ കിട്ടി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വേരിയൻസ് എന്നാണ്. റൂട്ട് ഓഫ് 132 11.49. ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കൂ. നിങ്ങൾക്ക് വേരിയൻസ് കാണാൻ ഞാനൊരു സെക്കൻഡ് ഫോർമുല പറഞ്ഞിരുന്നു. ഏതാണ് സെക്കൻഡ് ഫോർമുല? അതേ സെക്കൻഡ് ഫോർമുലയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് അങ്ങനെ ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. സെക്കൻഡ് ഫോർമുലയിൽ എങ്ങനെയാണ് വേരിയൻസ് ചെയ്തതെന്ന് കേട്ടോ. ആൻസർ ഓർത്ത് വെച്ചോളൂ. 132 അല്ലേ. നോക്കൂ, അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. കണ്ട സെയിം ക്വസ്റ്റ്യൻ ആണ്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് ഐ എക്സ് ഐ ബൈ എൻ. ഈ ഫോർമുല എഴുതി. എൻ ഇസിക്കൽ 50. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തു. പക്ഷേ അവസാനത്തെ രണ്ട് കോളംസ് ഞാൻ മാറ്റിയിട്ടുണ്ട്. കണ്ട ഇത് നേരത്തെ സെയിം ആൻസർ ആണ്. എക്സ് ബാർ നമുക്ക് കിട്ടി 27 കിട്ടി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എക്സ് ഐ സ്ക്വയർ എഴുതാണ്. അപ്പോൾ ഞാൻ വേരിയൻസ് കാണാനുള്ള ഈ സെക്കൻഡ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സിഗ്മ എഫ് ഐ എക്സ് ഐ സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ എന്നുള്ള സെക്കൻഡ് ഫോർമുല. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അത് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. എക്സ് ഐൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ കോളത്തിൻ്റെ സ്ക്വയർ ആണ്. ഇതാ 5 15 25. അപ്പോൾ 5ൻ്റെ സ്ക്വയർ 25. 15ൻ്റെ സ്ക്വയർ 225. 25ൻ്റെ സ്ക്വയർ 625. 35ൻ്റെ സ്ക്വയർ 1225. 45ൻ്റെ സ്ക്വയർ 2025. ക്ലിയർ. ഇനി എഫ് ഐ എക്സ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കോളങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. കണ്ട ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് കോളങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? ഈ രണ്ട് കോളങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് എഫ് ഐ എക്സ് ഐ സ്ക്വയർ. ക്ലിയർ.
5 into 25, 125, 8 into 25, 1800, 50 into 625, 9375, 16 into 1225, 19600, and finally 6 into 2025, 12150. ഇതിൻ്റെ സം സിഗ്മ എഫ് ഐ എക്സ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് കോളത്തിൻ്റെ സം അത് ചെയ്താൽ 43050 എന്ന ആൻസർ കിട്ടും. നമ്മളിവിടെ ഫില്ല് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഇതിൻ്റെ സം ഡിവൈഡ് ബൈ 50 മൈനസ് എക്സ് ബാർ സ്ക്വയർ. എന്താ എക്സ് ബാറിൻ്റെ സ്ക്വയർ? എക്സ് ബാർ 27 അല്ലേ? 27ൻ്റെ സ്ക്വയർ ആണ് നിങ്ങളിവിടെ കാണുന്നത് 729. ഇത് നിങ്ങൾക്ക് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 132 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാവുന്നതാണ്. 132 എന്ന ആൻസർ കിട്ടും. സെയിം ആൻസർ നമുക്ക് കിട്ടി. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡിവിഷൻ നമ്മൾ നേരത്തെ ചെയ്തു. റൂട്ട് വേരിയൻസ് ഇക്വൽ ടു 11.49. അപ്പോൾ ഇതിൽ ഏത് ഫോർമുലയാണ് നിങ്ങൾക്ക് കൺവീനിയൻ്റ് എന്ന് നോക്കുക, എന്നിട്ട് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കുക. ഇത് എക്സ് ബാർ ഇൻറ്റിജർ വന്നു കഴിഞ്ഞാൽ രണ്ടും ഒരേ റിസ്ക് ആണ്. പക്ഷേ എക്സ് ബാർ ഡെസിമൽ നമ്പറൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ് കേട്ടോ. എഫ് ഐ എക്സ് ഐ സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ മാത്രമേ ഉള്ളൂ. എക്സ് ബാർ എലോൺ ആണ്, എക്സ് ബാർ സെപ്പറേറ്റ് ടേം ആണ് കേട്ടോ. ഇവിടെ ഈ 27ൻ്റെ സ്ക്വയർ മാത്രമേ വന്നിട്ടുള്ളൂ. ഈ ഡിവൈഡ് ബൈ എൻ ആർക്ക് മാത്രമേ ഉള്ളൂ? എഫ് ഐ എക്സ് ഐ സ്ക്വയർക്ക് മാത്രമേ ഇവിടെ എൻ ഉള്ളൂ എന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക. ഹോൾ ഡിവൈഡ് ബൈ എൻ എന്ന് എഴുതരുത്. ക്വസ്റ്റ്യൻ നമ്പർ 4, മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ് ചോദ്യം കേട്ടോ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. അപ്പോൾ നമുക്ക് ആദ്യം മീഡിയൻ ചെയ്യണം. മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ ആണ്. പക്ഷേ ഈ ഡാറ്റ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അപ്പോൾ ഞാൻ ആദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതാണ്. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാണ്. 3, 4, 5, 7, 9, 10, 12, 18, 19 and 21. ഇപ്പോൾ അസെൻഡിങ് ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മിഡിൽ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും നോക്കൂ, ഒന്ന് എണ്ണി നോക്കൂ. ആകെ 11 ഡാറ്റാസാണ് ഉള്ളത് അല്ലേ. അപ്പോൾ 1, 2, 3, 4, 5, 1, 2, 3, 4, 5. അപ്പോൾ 6th ഡാറ്റ ആയിരിക്കും ഇതിൻ്റെ മിഡിൽ എന്ന് പറഞ്ഞാൽ. ഒരേ ഒരു മിഡ് പോയിൻ്റേ ഉള്ളൂ, ഒരേ ഒരു മിഡിൽ നമ്പറേ ഉള്ളൂ, അത് 9 ആണ്. ദെർഫോർ മീഡിയൻ ഈസ് ദ മിഡിൽ മോസ്റ്റ്. എം ഇസിക്കൽ 9 കിട്ടി. ഇനി നമ്മൾ ഇതിനുള്ള ഡീവിയേഷൻസ് നോക്കണം. ഓരോ ഒബ്സർവേഷനിൽ നിന്നുള്ള ഡീവിയേഷൻസ് നോക്കണം. ആ ഡീവിയേഷൻസിൻ്റെ മീനാണ് കാണേണ്ടത്. ഓക്കെ, ഡീവിയേഷൻസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കോളം വരക്കുന്നു. ഫസ്റ്റ് കോളത്തിൽ ഫസ്റ്റ് വരിയിൽ നമ്മൾ റോയിൽ എക്സ് ഐകൾ എഴുതുന്നു. ഇതെല്ലാ എക്സ് ഐകളും ഇവിടെ എഴുതി. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റയാണ്. ഇനി ഈ 9ൽ നിന്നുള്ള ഡിഫറൻസ് ആണ് എഴുതുന്നത് കേട്ടോ. അതാണ് എക്സ് ഐ മൈനസ് എം എന്ന് പറഞ്ഞാൽ ഓരോ ഡാറ്റയും മീഡിയനിൽ നിന്നുള്ള ഡിഫറൻസ്. 3 - 9 6, 3 - 9 6. നെഗറ്റീവ് ഒഴിവാക്കി എഴുതണം. അത് അബ്സല്യൂട്ട് വാല്യൂ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. 9 - 4 5, 9 - 5 4, 2 0 1 3 9 10 and 12. ഇതിൻ്റെ സം കണ്ടാലോ, സിഗ്മ കണ്ടാൽ എന്തായിരിക്കും ആൻസർ? ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 58 എന്ന ആൻസർ കിട്ടും. Therefore, what is mean deviation about median എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഫോർമുല? സിഗ്മ yes xi minus m divided by n. What is n here? 1 2 3 4 5 6 7 8 9 10 11 ആണ് അല്ലേ. n is equal to 11 ആണ്. Therefore 58/11 ആണ് ആൻസർ. 5.27 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇതാണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. ഇവിടെ കണ്ടിരിക്കുന്നത് മീനാണ്. മീൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഒബ്സർവേഷൻ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. പക്ഷേ എന്തിൻ്റെ സം അവിടെ കണ്ടിരിക്കുന്നത്? ഡീവിയേഷൻസിൻ്റെ സമ്മാണ്. അതാണ് ഡീവിയേഷൻസിൻ്റെ സം. ഓക്കെ, പക്ഷേ ഡീവിയേഷൻസ് എവിടെ നിന്നുള്ള ഡീവിയേഷൻസ് ആണ്? മീഡിയനിൽ നിന്നുള്ള ഡീവിയേഷൻ. അപ്പോൾ മീഡിയനിൽ നിന്നുള്ള ഡീവിയേഷൻസിൻ്റെ ആവറേജ്, അതാണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ എന്ന് പറഞ്ഞത്. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഫോർ ദി ഫോളോയിങ്. ഇവിടെ ഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്. അതൊന്നുകൂടി ശ്രദ്ധിക്കണം. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ നോക്കാം നമുക്ക് അല്ലേ. ഞാൻ ആ 2 കോളങ്ങൾ എഴുതുന്നു. മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ നമുക്ക് കണ്ടെത്തണം. എങ്ങനെയാണ് മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ കണ്ടെത്തുക എന്ന് നോക്കാം കേട്ടോ. ഇവിടെ നോക്കൂ നിങ്ങൾ, എക്സ് ഐ അറിയാം, എഫ് ഐ അറിയാം അല്ലേ. എക്സ് ഐ എന്ന് പറഞ്ഞാൽ ഡാറ്റാസ് ആണ്. 3 6 9 ഇതാണ് നമ്മുടെ ഡാറ്റ. ഇത് അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ്. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ ഫോർമുല ഇതാണ്. മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ മോസ്റ്റ് അല്ലേ. ഇവിടെ ആകെ 30 ഡാറ്റ ഉള്ളത്. ആകെ പിന്നെ 30 സിഗ്മ എഫ് ഐ ചെയ്താൽ 30 എന്ന ആൻസർ കിട്ടുക. 3 + 4 7 5 12. അങ്ങനെ വരുമ്പോൾ 15th + 16th ഒബ്സർവേഷൻ ബൈ 2 ആണ് നമ്മുടെ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 2 മിഡ് പോയിന്റ് വരുന്നുണ്ട് 30 ആയതുകൊണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 15ാമത്തെയും 16ാമത്തെയും ഡാറ്റ കിട്ടണമെങ്കിൽ നമുക്ക് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതണം. ഇത് ഇങ്ങനെ നിരത്തിയതിൽ പോസിബിൾ അല്ല. അത് ഞാൻ ഒരു സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ 15ഉം 16ഉം വേണമെങ്കിൽ നമുക്ക് കിട്ടും. മിഡിൽ മോസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്താൽ കിട്ടും. പക്ഷേ അത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മീൻ ഡീവിയേഷൻ ഫ്രം മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫോർമുല കേട്ടോ. 1/n × സിഗ്മ എഫ് ഐ × എക്സ് ഐ മൈനസ് എം. ഇത് ഫോർമുല നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഫുൾ ടൈം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കോളംസ് എല്ലാം ഫില്ല് ചെയ്യാം. എക്സ് ഐ മൈനസ് എം എന്ന് പറയാം. ഈ കോളംസ് ആണ് ഇതിന് വേണ്ടത്.
ഓക്കെ. ഇനി 15ഉം 16ഉം ഒബ്സർവേഷൻസ് എങ്ങനെ കിട്ടും? അതിന് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ഞാൻ എഴുതുകയാണ്. ആദ്യം 3 തന്നെ എഴുതും, പിന്നെ 3 + 4 എഴുതും. ഈ ഫ്രീക്വൻസി ഇങ്ങനെ ആഡ് ചെയ്ത് പോവാണ്. 3 + 4 7, 7 + 5 12, 12 + 2 14, 14 + 4 18, 18 + 5 23, 23 + 4 27, 27 അങ്ങനെ 30 ഒബ്സർവേഷൻസ് ഉണ്ടാവും. ആ 30 ഒബ്സർവേഷൻസ് വന്നു കഴിഞ്ഞാൽ 15ാമത്തെയും 16ാമത്തെയും ഒബ്സർവേഷൻസിൻ്റെ ആവറേജ് ആയിരിക്കും മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ എങ്ങനെ 15ാമത്തെ ഒബ്സർവേഷൻ മനസ്സിലാവുക? ഇത് നോക്കൂ, ഇതിവിടെ 14 വരെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. 14 വരെ 12 ഒബ്സർവേഷൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചത്. 15ാമത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് 15ാമത്തെ ഒബ്സർവേഷൻ. ഇതാണ് 16, കണ്ട, ഇതാണ് 17, ഇതാണ് 18. 18 വരെ ആരാ നോക്കൂ നിങ്ങൾ? 18 വരെ ശരിക്ക് ഇത് 13 കണ്ട. 15, 16, 17, 18 ഒക്കെ ആരാണ് അറിയോ? 13. 19ാമത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഈ 15 ആയിരിക്കും. ഇത് അവിടെ നോക്കൂ, ഇതാണ് 19ാമത്തെ വർഷം. അതിന് വേണ്ടിയിട്ടാണ് ഇത് നേരത്തെ എഴുതി വെച്ചത്. ഇപ്പോൾ ഇതാണ് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. നമുക്ക് വേണ്ടത് 15ഉം 16ആണ്. 15ഉം 16 ഒക്കെ ആരാണ്? ഇതാ 13 തന്നെ ആയിരിക്കും. ഈ 13 എന്ന ഒബ്സർവേഷനാണ് ഏത്? 15ാമത്തതും 16ാമത്തും. അപ്പോൾ അതിൻ്റെ രണ്ടും സെയിം ആയതുകൊണ്ട് മീഡിയൻ എന്ന് പറഞ്ഞാൽ അത് തന്നെ വരും. 13 + 13 / 2 13. അപ്പോൾ മീഡിയൻ കിട്ടിയല്ലോ. മീഡിയൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻസ് കാണണം. ഏത് ഡിഫറൻസ്? ഇതാ XIകളിൽ നിന്ന് ഡിഫറൻസ്. ഈ ഹെഡിങ് കണ്ടാൽ മനസ്സിലാവും. XI - M ആണ് ചെയ്യേണ്ടത്. M എന്ന് പറഞ്ഞാൽ 13, 3 - 13 10, 6 - 13 7, 9 - 13 12 - 13 1, 13 - 13 0, 15 - 13 2, 21 - 13 8, 22 - 13 9. കണ്ട, XI - M അതിൻ്റെ മോഡുലസ്. ഇനി ലാസ്റ്റ് ഏതാ ചെയ്യേണ്ടത്? അതാ ഈ 2 കോളങ്ങൾ കണ്ടില്ലേ നിങ്ങൾ? ഹെഡിങ് കണ്ടാൽ മനസ്സിലാവണം. കണ്ടല്ലോ, ഈ 2 കോളങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ? 3 × 10 30, 4 × 7 28, 5 × 4 20, 2 × 1 2, 4 × 0 0, 5 × 2 10, 4 × 8 32, 3 × 9 27. ഈ 2 കോളങ്ങൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചുകൊണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ പരീക്ഷയ്ക്ക് കൈ കൊണ്ട് മാർക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. ഒരു കോളത്തിൽ കൈ വെക്കണം, മറ്റേ കോളത്തിൽ പേന വെക്കണം. അങ്ങനെ പേനയും കൈയും ഇങ്ങനെ ജോയിൻ്റ് ആക്കി പിടിച്ചിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളത്തിലെ എൻട്രി മാറിക്കഴിഞ്ഞാൽ ഈ ഒരു നമ്പർ മാറും. ഒരൊറ്റ നമ്പർ മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ മാറിപ്പോവും. അതുകൊണ്ട് കോളം ഒരിക്കലും മാറിപ്പോവാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യുമ്പോൾ പരീക്ഷയ്ക്ക് കോളം മാറിക്കഴിഞ്ഞാൽ ഒരു നോട്ടം പിഴച്ചാൽ ആൻസർ പിഴച്ചു പോകും. ഇതിൻ്റെ സമ്മ് കണ്ടു നോക്കാം അല്ലേ? ഇതിൻ്റെ ടോട്ടൽ എത്രയായിരിക്കും? ലാസ്റ്റ് കോളത്തിൻ്റെ ടോട്ടൽ 149 ആയിരിക്കും. ദെർഫോർ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആൻസർ കിട്ടും. 149/30 = 4.97. അപ്പോൾ ഈ 15th ഒബ്സർവേഷനും 60th ഒബ്സർവേഷനും 2 എണ്ണം വരും. ഈവൺ നമ്പർ ആണെങ്കിൽ 2 എണ്ണം വരും അല്ലേ? 31 എന്നായിരുന്നെങ്കിൽ 16ാമത്തെ ഒബ്സർവേഷനാണ് വരും കേട്ടോ. ഇവിടെ 31 ഒബ്സർവേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ 30 ആയതുകൊണ്ടാണ് 2. ഈവൺ നമ്പർ വന്നു കഴിഞ്ഞാൽ മിഡിലിൽ 2 ഡാറ്റാസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് പ്രയാസമുള്ള ചോദ്യം എന്ന് പറയാനുണ്ടെങ്കിൽ അത് ഈ ചോദ്യമായിരിക്കും. ഇത് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നാൽ മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണുണ്ടോ? മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നമുക്കൊരു സ്പെഷ്യൽ ഫോർമുല വരുന്നുണ്ട്. അത് ഉപയോഗിച്ച് ചെയ്യണം. മീഡിയൻ കാണാനാണ് ഇതിൽ റിസ്ക്. നമ്മൾ ഈ ഡാറ്റ ഒന്ന് എഴുതുകയാണ് ആദ്യം. ഈ ഡാറ്റാസ് ഇത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന അതേ ഡാറ്റ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം മീഡിയൻ കാണാനുള്ള ഫോർമുല അറിയണം. ഇതാണ് മീഡിയൻ. L + n/2 - C/F/H. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മീഡിയൻ ക്ലാസ് കാണണം അല്ലേ? എന്നാലേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. മീഡിയൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ലെക്ചേഴ്സൊക്കെ നിൽക്കുന്നത്. അപ്പം എന്താ മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ n/2th ഐറ്റം വരുന്നതിനാണ് മീഡിയൻ ക്ലാസ് എന്ന് പറയാം. അപ്പോൾ n/2th ഐറ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടാലേ n/2th ഐറ്റം എവിടെ വരും എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുന്നു. 6 എഴുതി. 6 + 7. ഇനി ഈ 7 ആണ് ആഡ് ചെയ്യേണ്ടത്. 13 13 + 15 ഇങ്ങനെ ക്രോസ് ആയിട്ട് 28. ഫ്രീക്വൻസി ആഡ് ചെയ്ത് പോവാണ്. 28 + 16 44 48 ആൻഡ് ലാസ്റ്റ് 50. അപ്പോൾ 50 ഒബ്സർവേഷൻസ് ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, n = 50 ആണ്. 50 ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ n/2 എന്ന് പറഞ്ഞാൽ 25 ആണ്. 25ാമത്തെ ഒബ്സർവേഷൻ നിൽക്കുന്നത് എവിടെയാണ്? ഇതിലാണ് 25 നിൽക്കുന്നത്. കണ്ട, ഇതിലാണ് 25 നിൽക്കുന്നത്. ഞാനിവിടെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചോളൂ. ഇവിടെയാണ് 25ാമത്തെ ഒബ്സർവേഷൻ. ഈ 25ാമത്തെ ഒബ്സർവേഷൻ നിൽക്കുന്ന ഇൻ്റർവെലിന് പറയുന്നവരാണ് മീഡിയൻ ക്ലാസ്. അപ്പോൾ നമ്മളത് റൗണ്ട് ചെയ്തു. ഇതിന് പറയുന്നവരാണ് മീഡിയൻ ക്ലാസ്. ഇനി L എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോവർ ലിമിറ്റ് ആണ്. 20ക്ക് പറയുന്നവരാണ് ലോവർ ലിമിറ്റ്. ഇതിന് അപ്പർ ലിമിറ്റ് എന്നാണ് പറയുക. അപ്പോൾ L = 20. N നമുക്ക് കിട്ടിയ 50. C
സി എന്ന് പറഞ്ഞാൽ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ജസ്റ്റ് പ്രസീഡിങ് ദ മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ 13 എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. ഇവിടെ ഉണ്ടല്ലോ ഫ്രീക്വൻസി 15. എച്ച് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെലിൻ്റെ വിഡ്ത്താണ്, അത് 10. അപ്പോൾ നമുക്ക് എന്തെല്ലാം കിട്ടി? L = 20 നോക്കണേ. ഫ്രീക്വൻസി എഫ് എന്ന് പറഞ്ഞാൽ 15, അതിവിടെ ഉണ്ട്. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ജസ്റ്റ് പ്രസീഡിങ് ദ മീഡിയൻ ക്ലാസ്, ഇതിന് പറയുന്ന പേരാണ് സി. ഫോർമുലയിലെ സി ആണിത്. ഇത് മാത്രമാണ് അതിലൊരു ചേഞ്ച് ഉള്ളത്. എച്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്ലാസ് ഇൻ്റർവെലിൻ്റെ വിഡ്ത്ത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇതിലെല്ലാ വാല്യൂസും കൊടുക്കുന്നു. എല്ലിൻ്റെ വാല്യൂ 20, n/2 എന്ന് പറഞ്ഞാൽ 25 - 13/15 × 10 എല്ലാ വാല്യൂസും കൊടുത്തുകൊണ്ട് n/2 ആണ് ഇവിടെ 25. സി എന്ന് പറഞ്ഞാൽ 13. ഇത് സിംപ്ലിഫൈ ചെയ്യുന്നത് 12 120/15 28 എന്ന് ആൻസർ കിട്ടും. m = 28. m = 28 കിട്ടിക്കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ആണല്ലോ. അപ്പോൾ xi - m അല്ല, അതിൻ്റെ ഫോർമുല എഴുതിയേക്കാണ്. xi - m കാണണം, പിന്നെ fi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഫ്രീക്വൻസി ഉണ്ടായാൽ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഏതെല്ലാം കോളംസ് വേണം? നമുക്ക് xi വേണം അല്ലേ. xi നമുക്കറിയാം, ഇതിൻ്റെ മിഡ് പോയിൻറ്റ്സ് ആണ്, അത് അറിയണം. പിന്നെ xi - m ആവശ്യമുണ്ട്, fi-ൻ്റെ xi. ഇത്രയും കോളങ്ങളാണ് ആവശ്യമുള്ളത്. ഈ കോളങ്ങൾ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. xi എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മിഡ് പോയിൻറ്റ്സ് നിങ്ങൾക്കറിയാം, 5 15 25. ഞാൻ ഒറ്റയടിക്ക് ഫില്ല് ചെയ്ത് കണ്ട 5 15 25 30 ഇതെല്ലാം മിഡ് പോയിൻറ്റ്സ് ആണ്. ഇനി xi - m എന്ന് പറഞ്ഞാൽ 5 5 - 28 23 15 - 28 13 25 - 28 3 35 - 28 7. ഇതിനൊരു യൂണിഫോമിറ്റി ഉണ്ടാവും. ഇനി 10ൻ്റെ ഡിഫറൻസിൽ ഉള്ളതും 17, വീണ്ടും ഒരു 10 ആഡ് ചെയ്തു 27. ക്ലിയർ. ഇനി ഏതെല്ലാം കോളംസ് മൾട്ടിപ്ലൈ ചെയ്യണം നോക്കൂ. ഇതാ fi-ൻ്റെ കോളവും xi - m-ൻ്റെ കോളവും മൾട്ടിപ്ലൈ ചെയ്യണം. ആ 2 കോളങ്ങളാണ് ഞാൻ മാറിപ്പോയിരുന്നത് പ്രത്യേകം പറഞ്ഞത്. ഒരൊറ്റ കോളവും മാറിപ്പോകാൻ പാടില്ല, പ്രത്യേകിച്ച് ഈ ലാസ്റ്റ് 2 കോളംസ്. ഇത് രണ്ടുമാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. പറഞ്ഞോളൂ. 6 × 23 അല്ലേ, 138. 7 × 13 20 91 15 × 30 45 16 × 7 112 4 × 17 68 2 × 27 54. ഇതിൻ്റെ സം എഴുതുന്നു, ടോട്ടൽ എഴുതുന്നു. ടോട്ടൽ എഴുതിയാൽ 508 കിട്ടും. ഇതാ ഇവിടെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ മതി. അപ്പോൾ ആൻസർ 508/50. വാട്ട് ഈസ് n? എന്ന് പറഞ്ഞാൽ 50 എന്ന് മറന്നു പോകരുത് കേട്ടോ. സോ ദ ആൻസർ ഈസ് 10.16 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി ഫോളോയിങ് ഡാറ്റ. ഇത് വളരെ സിമ്പിളായൊരു ഡാറ്റയാണ്. ഇതും പിന്നെ നമുക്കറിയാം ഫ്രീക്വൻസി എന്നുള്ള ഗ്രൂപ്പ്ഡ് ഡാറ്റ ആണ് ഇതിന് പറയാം. ഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്, പക്ഷേ ഇത് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനാണ്, കണ്ടിന്യൂസ് അല്ല. ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. ഏതായാലും നമുക്കിതിൻ്റെ 2 കോളംസ് വരക്കാം. ആദ്യം xi fi ആണ് 2 കോളം. ക്വസ്റ്റ്യൻ അതേപോലെ അങ്ങ് റിപ്പീറ്റ് ചെയ്തു. നമുക്ക് കാണേണ്ടത് എന്തായിരുന്നു? എന്തൊക്കെയാണ് ചോദ്യം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണല്ലേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആകുമ്പോൾ നമുക്ക് ഫോർമുല ആദ്യം x ബാർ എഴുതണം. വേണ്ട, xi - x ബാർ അതല്ലേ ഫോർമുല. അപ്പോൾ xi fi നമുക്ക് ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. പിന്നീട് അപ്പം ആദ്യം ചെയ്യാണ് കേട്ടോ. xi fi ആദ്യം ചെയ്യുന്നു. 3 × 7 20 21 8 180 13 × 15 195 18 × 10 180 എല്ലാം ചെയ്തു. x ബാർ കണ്ടെത്തുന്നു. x ബാർ കാണാനുള്ള ഫോർമുല സിഗ്മ xi fi. ഇതിൻ്റെ സമ്മ് കാണണം. ഇതിൻ്റെ സമ്മ് 614 ആണ്. അതിൻ്റെ ആൻസർ 614/48. ആൻസർ നമുക്ക് 12.79 എന്ന് കിട്ടും. ഇനി ഞാൻ ഫോർമുല എഴുതാണ്. ഞാൻ രണ്ടാമത്തെ ഫോർമുലയാണ് എഴുതുന്നത് കേട്ടോ. സെക്കൻഡ് ഫോർമുല ഉണ്ടല്ലോ നമുക്ക് വേരിയൻസ് കാണാൻ. ഏതായിരുന്നു അത്? സിഗ്മ xi - x ബാർ fi-ൻ്റെ xi - x ബാർ ദ ഹോൾ സ്ക്വയർ ബൈ n. അത് ഫസ്റ്റ് ഫോർമുല. സെക്കൻഡ് ഫോർമുല ഇതായിരുന്നു 1/n സിഗ്മ fi xi സ്ക്വയർ ബൈ n - x ബാർ ദ ഹോൾ സ്ക്വയർ. കണ്ടോ, ഈ ഫോർമുലയിൽ ഞാൻ ബൈ n ഇവിടെ മാത്രമേ എഴുതിയിട്ടുള്ളൂ. കുറച്ചുകൂടി ക്ലിയർ ഉണ്ട് ഇത് കേട്ടോ. fi xi സ്ക്വയർ ബൈ n - x ബാർ ദ ഹോൾ സ്ക്വയർ. അതിൽ x ബാർ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് fi xi സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ആദ്യം xi സ്ക്വയർ എഴുതണം. xi സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ കോളത്തിൻ്റെ സ്ക്വയറുകളാണ്. fi xi സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ കോളവും മൾട്ടിപ്ലൈ ചെയ്താണ്. കണ്ടോ, വളരെ സിമ്പിൾ അല്ലേ. അപ്പോൾ ഈ 2 കോളംസ് ആണ് ഇനി ഫില്ല് ചെയ്യുന്നത് കേട്ടോ. ശ്രദ്ധിക്കണേ, ഇത് വളരെ ഈസിയാണ്. ഇവിടെ x ബാർ ഡെസിമൽ നമ്പർ വന്നതുകൊണ്ട് ഈ മെത്തേഡാണ് ഏറ്റവും നല്ലത്. x ബാർ ഡെസിമൽ നമ്പർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മെത്തേഡ് ഇതാണ്. ശ്രദ്ധിച്ചോളൂ, x ബാർ ഡെസിമൽ വന്നു കഴിഞ്ഞാൽ xi - x ബാറും ഡെസിമൽ നമ്പർ വരും. അപ്പോൾ നന്നായി ബുദ്ധിമുട്ടും. നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചാലും ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് x ബാർ ഡെസിമൽ നമ്പർ വന്നു കഴിഞ്ഞാൽ 12 പോയിന്റ് സംതിങ് വന്നതുകൊണ്ട് ഞാൻ ഈ ഫോർമുല വളരെ പെട്ടെന്ന് വർക്ക് ചെയ്യും. ഓക്കെ, xi സ്ക്വയറിൻ്റെ ആൻസർ എന്താ? 3 × സ്ക്വയർ 9 8 × സ്ക്വയർ 64 169 324 ആൻഡ് ലാസ്റ്റ് 529. കണ്ടോ, xiയുടെ സ്ക്വയർ. പിന്നെ ഈ 2 കോളംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കണ്ട, fi ആൻഡ് xi സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 9 × 7 63 10 64 15 169 2535 10 × 324 3240 6 × 529 319
3174. ഇതിൻ്റെ സം ചെയ്താൽ 9652. അതാണ് ഇവിടെ വരേണ്ടത്. കണ്ട സിഗ്മ എഫ് ഐ എക്സ് ഐ സ്ക്വയർ ആണ് നിങ്ങൾ കാണുന്നത്. ഈ സിഗ്മ എഫ് ഐ എക്സ് ഐ സ്ക്വയർ ആണ് ഇവിടെ കാണുന്നത്, ഈ നമ്പർ. സോ നമ്മളത് മാറ്റി എഴുതിയാൽ എന്തായിരിക്കും ആൻസർ? യെസ്, 9652 ഡിവൈഡ് ബൈ 48 മൈനസ് എക്സ് ബാറിൻ്റെ സ്ക്വയർ. എക്സ് ബാർ ഇവിടെ ഓൾറെഡി ഉണ്ട്, കണ്ട 12.79. ഇതിൻ്റെ സ്ക്വയർ മാത്രമേ കാണേണ്ട ആവശ്യമുള്ളൂ. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 37.5 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി പഠിക്കുക കേട്ടോ. വേരിയൻസ് കാണാൻ ചോദിക്കാറുണ്ട്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചാലോ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ ആണ്. ഇത് സിഗ്മ സ്ക്വയർ ആണ് വേരിയൻസ്. അതിൻ്റെ റൂട്ട് കണ്ടാൽ മതി. റൂട്ട് ഓഫ് വേരിയൻസിന് പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. റൂട്ട് ഓഫ് 37.5 6.12. ഇനി സി വി ചോദിച്ചാലോ? കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണാനുള്ള ഫോർമുല നിങ്ങൾക്കറിയാം. സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 ആണ്. ഇവിടെ സിഗ്മ ഇവിടെ കിട്ടിയിട്ടുണ്ട് 6.12 ഡിവൈഡ് ബൈ എല്ലാം അവൈലബിൾ ആണ് 12.79 ഇൻറ്റു 100 ചെയ്താൽ നിങ്ങൾക്ക് 47.8 ആൻസർ. ഇത് ഈ ആൻസറൊക്കെ ശരിയാണോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ആൻസർ എല്ലാം ചെയ്ത് പഠിക്കുക. സ്റ്റാറ്റിയിലെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഗ്രൂപ്പ്ഡ് ഡാറ്റൻ്റെ 2 ചോദ്യങ്ങൾ ചെയ്ത് നോക്കണം. അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിലും ഓരോ മോഡൽ ചോദ്യങ്ങൾ, എല്ലാ മോഡലും ഓരോ ചോദ്യങ്ങൾ ചെയ്തു നോക്കുക. മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ കാണാനുള്ള ആ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലെ ഒരു ചോദ്യം പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അതൊരു സ്പെഷ്യൽ മെത്തേഡാണ്. സ്പെഷ്യൽ മെത്തേഡ് മീൻസ് കുറച്ച് ടൈറ്റ് മെത്തേഡാണ്. ആ മെത്തേഡ് മാത്രം അല്ലേ, L+n/2 - CF എന്നുള്ള ഫോർമുല ഉപയോഗിക്കുന്ന ചോദ്യം. ബാക്കിയൊക്കെ ഒരേ ഫോർമുലയിലാണ് നമ്മൾ ചെയ്യുന്നത്. നന്നായി ഫോർമുല ഒന്നും മാറിപ്പോകരുത്, മൾട്ടിപ്ലൈ ചെയ്യുന്ന കോളം മാറിപ്പോകരുത്. നന്നായി ശ്രദ്ധിച്ച് ചെയ്താൽ ഫുൾ സ്കോർ കിട്ടാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, നന്നായി പഠിക്കുക. ഇന്നത്തേക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വൺ ആൻഡ് ഓൾ.